സ്വന്തം കഴിവിലുള്ള അഹങ്കാരം അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പാലാഴി മഥന സമയത്ത് കടകോലായിട്ട് മന്ധര പർവ്വതത്തെയാണ് കൊണ്ടുവരേണ്ടി വന്നത്. അത്രയും വലിയൊരു പർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവരാനായി ദേവന്മാരും അസുരന്മാരും ഒക്കെ ശ്രമിച്ചെങ്കിലും പരാജിതരായി. പിന്നീട് അതിന് നിയോഗിച്ചത് ഗരുഡനെയാണ്. ഗരുഡൻ നിഷ്പ്രയാസം ആ പർവ്വതത്തെ പാലാഴിയിലേക്ക് കൊണ്ടുവരികയാണ്. കടകോല് മാത്രം പോരാ, കയറും വേണം. കയറായി തീരുമാനിച്ചത് വാസുകി സർപ്പത്തെയാണ്. ഇനിയും ആ വാസുകി സർപ്പത്തെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. മഹാവിഷ്ണു അതിനും ഗരുഡനെ തന്നെ തീരുമാനിച്ചു. അതിനൊരു കാരണമുണ്ട്. ഗരുഡൻ മന്ധര പർവ്വതത്തെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അഹങ്കരിക്കാൻ തുടങ്ങി. കാരണം ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ സാധിക്കാതിരുന്ന ഒരു കാര്യം താൻ സാധിച്ചെടുത്തു എന്നുള്ള ഒരു അഹങ്കാരം. അതുകൊണ്ട് തന്നെ ഗരുഡനെ തന്നെ ഈ നിയോഗവും ഏൽപ്പിച്ചു. ഗരുഡൻ അഹങ്കാരത്തോടുകൂടി വാസുകി സർപ്പത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു. വാസുകിയോട് കാര്യം പറയുന്നു. വാസുകി സമ്മതിക്കുന്നു. നീ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോവുക എന്നാണ് വാസുകി ഗരുഡനോട് പറയുന്നത്. ഗരുഡൻ വാസുകിയുടെ മധ്യഭാഗത്ത് കൊത്തിയിട്ട് മുകളിലേക്ക് പറന്നു. ചക്രവാളം വരെ ഉയർന്നുയർന്നു പോയി. എന്നിട്ടും വാസുകിയുടെ തലയും വാലും കാണാൻ പറ്റുന്നില്ല. വീണ്ടും ഗരുഡൻ വാസുകിയെ നാലായി മടക്കിയിട്ട് ഉയർത്താൻ ശ്രമിച്ചു. അപ്പോഴും പഴയ അവസ്ഥ തന്നെ, തലയും വാലും കാണാൻ പറ്റുന്നില്ല. ഗരുഡൻ കുറേ ശ്രമിച്ചു, തളർന്നു, പരവശനായി, ക്ഷീണിച്ച് തിരികെ വിഷ്ണുവിൻ്റെ സമീപത്തേക്ക് തന്നെ ചെല്ലുന്നു. പിന്നീട് ശിവൻ തൻ്റെ കൈകൾ പാതാളത്തിലേക്ക് നീട്ടുകയും വാസുകി ആ കൈകളിൽ ഒരു വള പോലെ ചുറ്റിക്കിടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പരമശിവൻ വാസുകിയെ പാലാഴിയിലേക്ക് കൊണ്ടുവരുന്നു. അഹങ്കാരം പലർക്കും ഉണ്ടാകാം, പല അവസ്ഥകളിലുണ്ടാകാം. പക്ഷേ അതിനുള്ള ശിക്ഷ തക്ക സമയത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ പത്തി മടക്കാൻ പറ്റും.